ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ദൈവവചന പഠനത്തിനായി, ധ്യാനത്തിനായി നമുക്ക് ദൈവം നൽകിയ ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വരെ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് 15 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 15-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. അത് നിമിത്തം എന്ന് പറയുന്നത് കൊണ്ട് അതിന് മുമ്പ് എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പൊ ഏത് നിമിത്തമാണ് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവും. അത് നിമിത്തം അവിടെ അതിന് തൊട്ടു മുമ്പിലത്തെ വാക്യത്തിൽ, 14-ാമത്തെ വാക്യത്തിൽ, നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നും, അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ട്, അത് നിമിത്തം, അതായത് നമ്മെ സംബന്ധിക്കുന്ന ഒരു വലിയ ദൈവിക പരിപാടി ദൈവം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് പിന്നെ താഴേക്ക് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ചുള്ളതായ ദൈവിക പരിപാടി അത് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിന് ഒരു പ്രാർത്ഥനയുടെ പിൻബലം വേണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും അതുപോലെ തന്നെ സഭയുടെയും ഒരു പ്രാർത്ഥന അതിന് ആവശ്യമാണ്. ദൈവം തൻ്റെ പരിപാടികൾ ചെയ്തു കൊള്ളുകയില്ലേ എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരു പരിപാടിയിൽ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ നൽകുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് അന്യോന്യമുള്ള ഒരു കൂട്ടുത്തരവാദിത്വമാണ്. അവിടെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമില്ല. നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ് എന്നും, ഒരു ശരീരത്തിലെ ഒരു അവയവത്തിന് അതിൽ തന്നെ നിൽക്കുവാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തെ മുറിച്ചു മാറ്റിയാൽ അതിന് നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയാണ് അന്യോന്യമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ഈ എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ എഫെസോസിലെ വിശ്വാസികളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ കേട്ടു. ആ കേട്ടതിനെ കുറിച്ചാണ് 15-ാമത്തെ വാക്യം പറയുന്നത്. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. ഈ ഒരു വിഷയം ഞാൻ ഇതിനു മുമ്പും പഠിപ്പിച്ചിട്ടുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനങ്ങളിലെല്ലാം, ഗലാത്യ ലേഖനം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, തെസ്സലോനിക്ക ലേഖനം, ഈ ലേഖനത്തിലൊക്കെ കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ഈ വിശ്വാസവും സ്നേഹവും എന്ന് പറയുന്നത് ചേർത്ത് പറഞ്ഞിരിക്കുക എന്നുള്ളത്. വിശ്വാസവും സ്നേഹവും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു ശൈലിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നാം പഠിക്കുകയും, ഒരു പക്ഷേ ഒരു നാണയത്തിന്റെ ഇരുപുറവും എന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഒരു ക്ലാസ്സും കിടപ്പുണ്ട്. ഈ വിശ്വാസത്തെയും സ്നേഹത്തെയും തമ്മിൽ ഒരിക്കലും വേർപിരിക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്നാണ് നമുക്ക് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിലുള്ള കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് കേട്ടിട്ട് എന്നല്ല, നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട് എന്നുമല്ല, വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഏറെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ ഉളവാകുന്നതായ സഹവിശ്വാസികളോട് ഉളവാകുന്നതായിട്ടുള്ള സ്നേഹമാണ്. അതില്ല എങ്കിൽ നമുക്കറിയാം, അങ്ങനെ ഒരു വിശ്വാസത്തെ ദൈവം ഒരിക്കലും പരിഗണിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു വിശ്വാസത്തിന് നിലനിൽപ്പില്ല. കാരണം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലും നമ്മളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നു. ദൈവസ്നേഹം അവൻ നമ്മളിൽ തന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നുവല്ലോ എന്നാണ് നാം വായിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഇതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി. 14-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഹൃദയങ്ങളിൽ അതിനോട് ചേർന്ന് പകർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം ദൈവത്തോടും അതുപോലെ തന്നെ സഹവിശ്വാസികളോടുമുള്ള സ്നേഹം അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹം ഇല്ല എങ്കിൽ അതിനകത്ത് യാതൊരു കഴമ്പുമില്ല. സ്നേഹം നമ്മളിൽ വിശ്വാസികളോടുള്ള സ്നേഹം നമ്മളിൽ ഉളവായിട്ടില്ല എങ്കിൽ നമ്മിൽ ഒരു വീണ്ടും ജനനം നടന്നിട്ടുണ്ടോ, അല്ല എങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള ആ മുദ്ര നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയാസ്പദമായ ഒരു കാര്യമാണ്. വിശ്വാസികൾ സ്വസ്നേഹികൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം അതിന് എതിരായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുക്കുക. തന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് പ്രയാസമാണ്. സ്വസ്നേഹികളെയൊക്കെ വിട്ടൊഴിഞ്ഞുകൊള്ളണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നാം അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്വസ്നേഹം എന്ന് പറയുന്നതാണ് നമ്മളിൽ ഉളവായിരിക്കുന്നതെങ്കിൽ നമ്മളിലുള്ള ദൈവിക ജീവനെ, അല്ലെങ്കിൽ നമ്മളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, എനിക്ക് നിത്യത എൻ്റെ അവകാശമാണ് എന്നൊക്കെ ചിന്തിക്കുകയും എന്നാൽ അതിൻ്റെതായിട്ടുള്ള യാതൊരു വക കാര്യങ്ങളും കാഴ്ചപ്പാടുകളും ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ഏതാനും പേരോടുള്ള സ്നേഹമൊക്കെ ഒരുപക്ഷെ നമുക്ക് വിചാരിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ പലരോടും സ്നേഹമോ ബഹുമാനമോ താല്പര്യമോ ഒക്കെ കാണും. എന്നാൽ അതും ഒരു ദൈവാത്മാവിനാൽ ഉളവാകുന്ന ഒരു സ്നേഹമല്ല. ഈ ദൈവാത്മാവിനാൽ ഉളവാകുന്ന സ്നേഹം എന്ന് പറയുന്നത് സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹമാണ്. ഈ സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹമല്ല നമ്മളിൽ ഉൽപ്പാദിതമാകുന്നതെങ്കിൽ അത് സഭയുടെ നാശത്തിന്, ഇടർച്ചയ്ക്ക്, തകർച്ചയ്ക്ക് മാത്രമാണ് അത് കാരണമാകുന്നത്. കാരണം അതിനാണ് നമ്മൾ ഭിന്നപക്ഷം, പക്ഷഭേദം എന്നൊക്കെ പറയുന്നത്. എല്ലാവരോടുമുള്ള ഒരു സ്നേഹത്താൽ നാം നിയന്ത്രിക്കപ്പെടുന്നില്ല എങ്കിൽ നാം യഥാർത്ഥത്തിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന ആളിന് തുല്യമായിട്ടിരിക്കുന്നു. ഏതാനും പേരെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതൊന്നും ഒരു ദൈവസഭയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. ദൈവസഭയിൽ അങ്ങനെയുള്ള ഒരു സ്നേഹത്തിന് യാതൊരു വക പ്രാധാന്യവുമില്ല. അതിനൊരു അനുവാദവും ദൈവസഭയിൽ ഇല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ അതാത് സഭകളിലുള്ള ആളുകളെ കുറിച്ച് മാത്രമല്ല, മറിച്ച് നമുക്കറിയാവുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചതായ നമുക്കറിയാവുന്നതായിട്ടുള്ള ആളുകളെയൊക്കെ നാം ഒരു സ്നേഹത്തോടെയും താല്പര്യത്തോടെയും കൂടെ നമുക്ക് സമീപിക്കുവാനും കാണുവാനും കഴിയുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അത് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന ഒരു സ്നേഹമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ വേർപിരിക്കുവാനായിട്ട് കഴിയില്ല എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശ്വാസത്തെയും സ്നേഹത്തെയും തമ്മിൽ വേർപിരിക്കുവാനായിട്ട് കഴിയില്ല. നിലനിൽക്കുന്ന 3 കാര്യത്തെക്കുറിച്ച് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നിലനിൽക്കുന്നതായിട്ടുള്ള ആ 3 കാര്യങ്ങളിൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഈ 3 കാര്യം നിലനിൽക്കുന്നു. അതിൽ വലിയതും വിശ്വാസമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രത്യാശയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതിൽ വലിയതും സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ
സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന് പര്യായമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹം തന്നെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമില്ലാത്തതായിട്ടുള്ള ഒരു ക്രിസ്തീയത, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം ഉളവാകാത്തതായിട്ടുള്ള ഒരു ക്രിസ്തീയത എന്ന് പറയുന്നത് അത് വ്യാജമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടും ക്രിസ്തീയതയുമാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്നതും നാം ആഗ്രഹിക്കുന്നതുമെങ്കിൽ അതൊരു യഥാർത്ഥ ക്രിസ്തീയതയല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വിശ്വാസവും സ്നേഹവും എന്ന് പറയുന്നത് ഒരേ നാണയത്തിന്റെ രണ്ട് പുറങ്ങൾ പോലെ വേർപിരിക്കുവാനായിട്ട് കഴിയില്ല. നമുക്കറിയാം, ഒരു നാണയത്തെ രണ്ടായിട്ട് കീറി മുറിച്ചു കഴിഞ്ഞാൽ ആ നാണയത്തെ ഏതൊരു കടകളിൽ കൊടുത്താലും അത് ആരും എടുക്കുകയില്ല. അതിന് വ്യവഹാരശേഷി ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സ്നേഹത്തെയും വിശ്വാസത്തെയും അങ്ങ് മാറ്റി നിർത്തിയാൽ ഇതിന് രണ്ടിനും വിലയില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെയുള്ള വിശ്വാസത്തിനും വിലയില്ല, അങ്ങനെയുള്ളൊരു സ്നേഹത്തിനും വിലയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് വിലയുണ്ടാകണമെങ്കിൽ അതിനോട് ചേർന്ന് സ്നേഹമുണ്ടായിരിക്കണം. നമ്മുടെ സ്നേഹം ഒരു യാഥാർത്ഥ്യമായ സ്നേഹമാകണമെങ്കിൽ അതിനോട് ചേർന്ന് വിശ്വാസവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നു. ഞാനിങ്ങനെ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ചിന്തിക്കുകയായിരുന്നു, പൗലോസ് അപ്പോസ്തലന് ഈ എഫെസൂസിലെ സഭയെക്കുറിച്ച് ഓർക്കുമ്പോഴും ഇടപെടാതെ സ്തോത്രം ചെയ്യാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇതേ എഫെസൂസിലെ സഭയ്ക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ദൂതായിട്ട് എഴുതുമ്പോൾ അവിടെ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് ഇവരുടെ ഈ സ്നേഹം അവിടെ ഇല്ലാതെയായി, അത് അവർ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. തുടക്കകാലത്തുണ്ടായിരുന്നതായ സ്നേഹം കാലക്രമത്തിൽ, ഞാൻ വിചാരിക്കുന്നു വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടത് AD 90-നും 95-നും ഇടയിലാണ് എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഏകദേശം AD 50-ന് ചുറ്റുപാടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 40-45 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ എഫെസൂസിലെ സഭയിലെ വിശ്വാസികളുടെ അന്യോന്യമുള്ളതായ സ്നേഹവും അവരുടെ ദൈവത്തോടുള്ളതായ സ്നേഹവും അതില് ഒത്തിരി പരാജയങ്ങൾ വന്നു, വീഴ്ചകൾ വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മെ കാണിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മോട് പറയുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പലപ്പോഴും സഭകളിൽ സംഭവിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം, നല്ല ഒരു തുടക്കമൊക്കെ അവർക്ക് ഇട്ടുകൊടുക്കും. നല്ല ഒരു തുടക്കം, എല്ലാവരും തമ്മിൽ വളരെ സ്നേഹവും ബഹുമാനവും കൂട്ടായ്മയും ഒക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങും. അങ്ങനെ കുറച്ചു കാലം അങ്ങ് പോയി കഴിഞ്ഞു കഴിയുമ്പം ഈ യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതോടുകൂടി സ്നേഹത്തിൽ നിന്നും അവര് ഒഴുകിപ്പോകുന്നതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അവരുടെ ആത്മീയമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. അവർക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കും, ആരാധന സഭായോഗങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് ബൈബിൾ പഠനങ്ങൾ ഉണ്ടായിരിക്കും, ക്യാമ്പുകൾ ഉണ്ടായിരിക്കും, ധ്യാനങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം അവർക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും മാറി ഒരു ചട്ടവട്ടങ്ങളിലേക്ക്, ഒരു സഭയുടെ ചട്ടവട്ടങ്ങളിലേക്ക് നാം ഒതുങ്ങിപ്പോവുകയും ദൈവവും ദൈവജനവുമായിട്ടുള്ള ആ ഒരു ഊഷ്മളമായ ബന്ധത്തിൽ നിന്നും മാറി ചില ചടങ്ങുകളായി നമ്മളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ സഭാജീവിതം, ആത്മീയ ജീവിതം മാറിപ്പോകാനായിട്ടുള്ള ഇടയുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു നേരം രാവിലെ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭയങ്കര കുറ്റബോധമായിരിക്കും, ബൈബിൾ വായിച്ചില്ലെങ്കിൽ കുറ്റബോധമായിരിക്കും. അതൊന്ന് വായിച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയൊരു സമാധാനവുമായിരിക്കും. ദൈവവുമായിട്ടുള്ള ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നും അവിടെ പ്രശ്നമില്ല. അതായത് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് നാം അറിയാതെ തന്നെ ഒരു മതമായി അങ്ങ് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. എഫെസൂസിലെ സഭയുടെ കാര്യം എടുത്താലും അത് അങ്ങനെ തന്നെ നടന്നുപോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 8-10 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്, അവർക്ക് ഒരു സഭയുടേതായ എല്ലാ ചട്ടവട്ടങ്ങളും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും എല്ലാം അവർക്കുണ്ടായിരുന്നു. അവരുടെ ആദ്യകാലങ്ങളിൽ അവര് സഹിച്ചതും
അതുപോലെ തന്നെ അവർ കർത്താവിന് വേണ്ടി നിന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളത് കൊണ്ട് ദൈവം അവരിൽ ആദ്യ വിശ്വാസവും വിട്ടുകളഞ്ഞു എന്നുള്ളത് ആണ് ദൈവം അതിനെ മനസ്സിലാക്കുന്നത്. നമ്മൾ പലപ്പോഴും സ്നേഹം കുറഞ്ഞു പോയി എന്ന് പറയും, പക്ഷെ വിശ്വാസം കുറഞ്ഞു പോയി എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് മടിയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ സ്നേഹം കുറഞ്ഞു പോയാൽ വിശ്വാസവും കുറഞ്ഞു പോകും. അത് പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നിലവിളക്കിനെ അതിൻ്റെ നിലയിൽ നിന്നും, നിലവിളക്ക് കർത്താവിന്റെ വലങ്കയിലാണ്, അതിന്റെ നിലയിൽ നിന്നും ആ നിലവിളക്കിനെ നീക്കിക്കളയുമെന്ന് പറയുന്നത്. സ്നേഹമില്ലാതെ പോയി ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യ വിശ്വാസവും വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്നാണ് നാം എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഈ സഭയെ ഓർത്തുകൊണ്ട് തന്നെ ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നു. എന്ത് കണ്ടിട്ടാണ്? അവർ തമ്മിലുള്ളതായ സ്നേഹവും അവരുടെ ക്രിസ്തുവിലെ വിശ്വാസവും കണ്ടിട്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള മറ്റൊരു പ്രതിഭാസമുണ്ട്. ആരെങ്കിലും തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നതിന് പകരം അതിനോടൊരു അസൂയാപരമായിട്ടുള്ള മനോഭാവം ഇന്ന് അനേക സഭകളിലും ഉളവാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നെ ഏറ്റവും അധികമായി സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ അവര് മറ്റാരെയും അങ്ങനെ സ്നേഹിക്കുന്നത് കാണുന്നത് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യവും നമുക്കിന്ന് ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭകളുടെയൊക്കെ ഇടയിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകളെയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആളുകളെ നമ്മളോട് ചേർത്ത് നിർത്തുക, മറ്റാരോടും അവര് അങ്ങനെ ഒരു ക്രിസ്തീയ കൂട്ടായ്മ ബന്ധത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ലാത്തതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അത് കേവലം ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവർ ബഹുമാനിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും നാം എല്ലാവരും മുന്നിട്ട് നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ, അല്ലാതെ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ അവിടെ അസൂയയല്ല, അവിടെ ദുഃഖമല്ല, മറിച്ച് അതോർത്ത് സ്തോത്രം ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലന്റെ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവമാണ് ഇന്ന് വിശ്വാസികളായിരിക്കുന്ന നമുക്കും വേണ്ടത്. ശരി, പിന്നെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. എന്തൊക്കെയാണ് പ്രാർത്ഥന? നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കമായി പരിശോധിക്കാം. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. ഇത് ഒരല്പം സങ്കീർണമായ എന്നാൽ ലളിതമായിട്ടുള്ള കാര്യമാണ്. വായിച്ചു പോകുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് ഒരുപക്ഷെ ഒരല്പം പ്രയാസമുണ്ട് എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല, നമ്മളിലുള്ള ആത്മാവിനെ കുറിച്ചുമല്ല. അത് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കണം. കാരണം അതിനു മുമ്പ് 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ്. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയൊരു പരിശുദ്ധാത്മാവിനെ തരിക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയല്ല ഇവിടെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് എന്ന് പറയുമ്പോൾ അതും തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. അപ്പോൾ ദൈവത്തെ നാം കൂടുതൽ അടുത്തറിയുന്നത് വഴി ദൈവികമായിട്ടുള്ള സത്യങ്ങളും ആലോചനകളും ലഭിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കണം എന്നുള്ളതായ പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ വെളിപ്പാട് എന്ന് പറയുന്നതായിട്ടുള്ള വാക്കിനെ എടുത്ത് വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ഈ വെളിപ്പാട് എന്ന് പറയുന്നതായിട്ടുള്ള ആ വാക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നാം കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ നിന്നും നമുക്കങ്ങനെ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവവചനത്തിൽ അത് ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്ന് മാത്രവുമല്ല, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കാത്തതായിട്ടുള്ള ചില അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് എനിക്ക് കിട്ടിയ വെളിപ്പാടാണ്, അങ്ങനെ വെളിപ്പാടായിട്ടാണ് ദൈവം നമുക്ക് വചനത്തിലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആളുകളെ ഒരുപക്ഷെ
നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വെളിപ്പാട് എന്ന് പറയുന്നതായിട്ടുള്ള വാക്കിന്റെ മൂല വാക്കിലേക്ക് ഞാൻ പോവുകയും അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് പറയുന്നത് ഇതിന്റെ മൂല ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. നമ്മളെ അത് പ്രകാശിപ്പിക്കുക, നമ്മളുടെ മനസ്സിനത് ബോധ്യമാക്കി തരിക എന്നുള്ള അർത്ഥങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. വെളിപ്പെടുത്തി തരിക എന്നുള്ളതും അതിനൊരു അർത്ഥമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനെ കുറിച്ചല്ല, മറിച്ച് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവത്തെ നാം കൂടുതൽ ആഴമായി അറിയുന്നത് വഴി നമുക്ക് ജ്ഞാനത്തിന്റെയും, നമുക്ക് ആത്മീകമായിട്ടുള്ള ജ്ഞാനവും വിവേകവും നമുക്ക് ലഭിക്കണം എന്നുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് കഴിയുന്നത്? നമുക്കൊരു വ്യക്തിയെ എങ്ങനെയാണ് കൂടുതൽ അറിയുവാനായിട്ട് കഴിയുക? അവരുമായിട്ടുള്ള നമ്മളുടെ സമ്പർക്കം അല്ലെങ്കിൽ അടുപ്പം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തെ പരിജ്ഞാനത്തിൽ നാം ധരിക്കണം എന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് നാം ഈ ദൈവത്തോട് കൂടെ നടക്കുക, ഈ ദൈവവുമായിട്ടുള്ള നമ്മളുടെ സംസർഗം എന്നുള്ളതാണ് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ കുറച്ച് തിയറിയൊക്കെ നമുക്ക് ദൈവവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരാൾ പഠിക്കാൻ തീരുമാനിച്ചാൽ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രമോ അല്ലെങ്കിൽ അദ്ദേഹം നയിച്ചതായിട്ടുള്ള സമരങ്ങളുടെ ഒക്കെ ചരിത്രമൊക്കെ, ഇന്ത്യ ചരിത്രമോ ലോക ചരിത്രമോ ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ മഹാത്മാഗാന്ധിയുടെ കൂടെ നടന്ന് തന്നോടുകൂടെ ജീവിച്ചതായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഒരിക്കലും നമുക്കൊരു പുസ്തകവും വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതല്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിലും സംസർഗത്തിലും നാം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം, സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിക്കുന്നു. ഈ പരിജ്ഞാനമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ നടത്തുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിജ്ഞാനം നൽകുന്നത് ദൈവമാണ്. അത് ദൈവത്തോട് കൂടെ നടക്കുന്നവർക്കാണ്. ദൈവത്തോട് കൂടെ നടന്ന്, നമുക്കറിയാമല്ലോ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ 300 സംവത്സരം താൻ ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് ആത്മീയമായി നമുക്കും ഒരു വലിയ സാധ്യത നമ്മളുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ കൂടെ നടക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നതും ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയുവാനായിട്ട് കഴിയുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അറിയുന്നത് വഴിയാണ് യഥാർത്ഥത്തിൽ ഈ ദൈവികമായിട്ടുള്ള ആത്മീകമായിട്ടുള്ള വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നത്, ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. അതല്ലാതെ കുറച്ച് ബൈബിൾ വായിച്ച് ദൈവത്തെ ഒന്ന് അറിഞ്ഞേക്കാം എന്ന് വിചാരിച്ചാൽ ആ അറിവിന് ഒത്തിരി പരിമിതികളുണ്ട്. അത് പ്രയോജനകരമായ ഒരു അറിവല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് അവിടെ ഒരു പ്രയോഗമായിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ആത്മാവോ പരിശുദ്ധാത്മാവോ ഒന്നുമല്ല. പിന്നെ വെളിപ്പാടിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ അങ്ങനെ വേറൊരു ആത്മാവുമില്ല എന്നുള്ളതും ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അപ്പോൾ നമുക്ക് കണ്ണുണ്ട് അല്ലെ? നമുക്ക് എല്ലാവർക്കും കണ്ണുണ്ട്. ഈ കണ്ണുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ആളുകളെ കാണാനും ഈ പ്രകൃതിയെ കാണാനും അതുപോലെ തന്നെ സഹോദരങ്ങളെ കാണാനും ദൈവവചനം കാണാനും വായിക്കാനും പഠിക്കാനും ഒക്കെ നമ്മുടെ കണ്ണ് നമുക്ക് സഹായകരമാണ്. എന്നാൽ ഈ കണ്ണുകൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കുന്നതിനപ്പുറമാണ് ആത്മീകമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത്. കണ്ണ് എന്ന് മാത്രവുമല്ല, കണ്ണ് കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആ കാഴ്ച തലച്ചോറിലേക്ക് പാസ് ചെയ്ത് അതെന്താണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ തലച്ചോറാണ്. അതായത് നമ്മളുടെ ബുദ്ധിയോ നമ്മളുടെ സംവേദന ക്ഷമതയുള്ളതായിട്ടുള്ള നമ്മളുടെ അവയവങ്ങളോ ഒന്നും
കാണുന്നത് പോലെയുള്ള ഒരു കാഴ്ചയല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചയിലൂടെയല്ല ആത്മീകമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. തൊട്ടു നോക്കാനായിട്ട് കഴിയുകയില്ല, മണത്തു നോക്കാനായിട്ട് കഴിയുകയില്ല, കേട്ടാലും അതിന് പരിമിതികളുണ്ട്, കണ്ടാലും അതിന് മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ഇവിടെ നാം വായിക്കുന്ന നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നുള്ളതാണ്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. സമാനമായിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ മനസ്സിനൊരു കാഴ്ചയുണ്ട്, മനസ്സിനൊരു അന്ധതയുമുണ്ട്. അതുതന്നെയാണ് ഈ ഹൃദയദൃഷ്ടി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഈ ലോകത്തിന്റെ ദൈവം എന്ന് വെച്ചാൽ പിശാച് ഈ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാനായിട്ട് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നമുക്ക് കുരുട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കണ്ണിനെ കുറിച്ചാണ്. എന്നാൽ നമ്മളുടെ മനസ്സിനും നമ്മളുടെ ഹൃദയത്തിനും ഒക്കെ കുരുട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാം എത്രയേറെ നമ്മളുടെ ആക്ഷരികമായ ഭൗമികമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം വായിക്കുകയും പഠിക്കുകയും നമ്മുടെ ബുദ്ധിയിൽ അത് നാം വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി അത് പ്രകാശിച്ചിട്ടില്ല എങ്കിൽ ആത്മീക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ അത് ദൈവാത്മാവ് നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. വളരെ അതിശയമുളവാക്കുന്നതായിട്ടുള്ള ചില വാക്കുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു. ഈ എഫെസോസിലെ സഭയിലെ വിശ്വാസികളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ചൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടെ പറയുന്നത് സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റും വെളിച്ചമുണ്ടെങ്കിലും അത് ഒരു പകൽ വെളിച്ചമാണെങ്കിലും അതല്ല യാന്ത്രികമായി നാം ഉണ്ടാക്കുന്നതായിട്ടുള്ള ബൾബിന്റെയോ വിളക്കിന്റെയോ ഒക്കെ വെളിച്ചമാണെങ്കിലും അവിടെയൊക്കെ നാം ഇരിക്കുകയാണെങ്കിലും ഒരു സഹോദരനെ പകയ്ക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഇരുട്ടിലിരിക്കുന്നതിന് തുല്യമാണ്. ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്. സഹോദരനെ പകയ്ക്കുന്ന ഒരു ആളെ നമ്മൾ പകല് നട്ടുച്ചയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടിട്ട് നീ ഇരുട്ടിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകുകയില്ല. നീ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുന്നു, നിന്റെ കണ്ണ് നിനക്ക് കാഴ്ച തരുന്നില്ല, നീ എവിടേക്ക് പോകുന്നു എന്ന് നീ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളെ കുറിച്ച് ഇത് കേൾക്കുന്നതായിട്ടുള്ള ആള് സ്വാഭാവികമായിട്ടും നിങ്ങൾ നോർമൽ അല്ല എന്നൊരു പ്രയോഗം പറയാനായിട്ടാണ് സാധ്യത. ഇതൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. ഈ ആത്മീകമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ഭൗതികമായുള്ള ബുദ്ധിയിലും നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ കാഴ്ചയിലും കേൾവിയിലും ഒന്നും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അത് നമ്മളുടെ ഒരു ജീവിത അനുഭവമാണ്. ജീവിതാനുഭവം എന്ന് പറയുമ്പോൾ പോലും നാം വളരെയേറെ സൂക്ഷിക്കണം. ഇന്ന് അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അനേക ആളുകളെയും ദൈവവചനത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള അനുഭവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ദൈവാത്മാവിൽ നിന്നല്ല, അത് ആത്മീയവുമല്ല ദൈവികവുമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ ആത്മീകമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ സഹോദരനെ പകയ്ക്കുന്ന, നമുക്കറിയാമല്ലോ,
അനേകം നമ്മളൊക്കെ അംഗങ്ങളായിരുന്ന സഭകളിലൊക്കെ അനേകം ആളുകളും അവർക്ക് എപ്പോഴും മറ്റുള്ളവരോടുള്ള പക, ആർക്കെങ്കിലും ആരോടെങ്കിലും ഒക്കെ എപ്പോഴും പകയുണ്ടായിരിക്കും. അത് പാസ്റ്ററെന്നോ മൂപ്പനെന്നോ യാതൊരുവിധ വ്യത്യാസവുമില്ല. അന്യോന്യം പകയ്ക്കുന്നവരായിട്ടുള്ള ആളുകളുടെ കൂട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണുന്ന ഈ ലോകത്തിൽ കാണുന്ന സഭകളിലെല്ലാം വളരെ വ്യാപകമായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അവരൊക്കെ ഇരുട്ടിലാണ് ഇരിക്കുന്നത്, അവരിൽ നടക്കുന്നത് ഇരുട്ടിലാണ്, അവരുടെ കണ്ണ് കുരുടാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ അറിയുന്നതുമില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു ആത്മീക യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കുന്നത് ഈ വചനം വായിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തോട് ഇടപെട്ടിട്ട് അവനെ ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം സഹായിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതും ദൈവവചനത്തിന് വിധേയപ്പെടുന്നതുമായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള വചനം, നമ്മൾ വായിക്കുന്നതായിട്ടുള്ള വചനം, ഇതൊന്നും നമുക്ക് യാതൊരു വക ആത്മീകമായിട്ടുള്ള പ്രയോജനവും ചെയ്യുകയില്ല. നാം ഇന്ന് ചിന്തിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ കുറേയേറെ വിവരശേഖരണം നടന്നു. ഒരു ലൈബ്രറി ആയിട്ട്, അല്ലെ, നമ്മളൊരു ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒത്തിരി വിവരങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു തലച്ചോറ് നമുക്കുണ്ട് എന്നുള്ളതിനപ്പുറം നമുക്കോ അല്ലെങ്കിൽ ദൈവത്തിനോ ദൈവരാജ്യത്തിനോ ഒരു പ്രയോജനവും നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയില്ല. ദൈവം നമ്മളെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ. അത് പ്രകാശിപ്പിക്കണമെങ്കിൽ നാം യഥാർത്ഥത്തിൽ നമ്മെ തന്നെ സമ്പൂർണമായി ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അവന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.